Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം കുറേ പേര് നമ്മളെ വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നോക്കുക, മാർച്ച് 16-ാം തീയതി തൊട്ടിട്ടാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ, അതായത് ഡിസംബറിലെ എക്സാം കഴിഞ്ഞിട്ടുള്ള കേട്ടറ്റ് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ മാർച്ച് 16 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ എന്നാണോ ഡേറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഡേറ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ DO ഓഫീസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ DO ഓഫീസിന്റെ ഫോൺ നമ്പർ അറിയത്തില്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങളുടെ ഏതാണോ DO ഓഫീസ് അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതിന്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും. അപ്പൊ അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരം ലഭിക്കുന്നതാണ്. അപ്പൊ ഇനി അടുത്തൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഏത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണോ നിങ്ങൾ കേട്ടറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും നിങ്ങൾ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകണം. ഇനി ഒറിജിനൽ കിട്ടാത്തവരുണ്ടാവും അല്ലെ, ഇപ്പൊ കോഴ്സ് ഒക്കെ കഴിഞ്ഞിറങ്ങിയവർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, അത് കൊണ്ടുവന്നാൽ മതി. ആ ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കിട്ടുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ഏതാണോ ID പ്രൂഫ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒറിജിനലും വേണം, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും വേണം. അതുപോലെ നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ ഉള്ള ഹോൾ ടിക്കറ്റ് ഇൻവിജിലേറ്ററുടെ സൈൻ വെച്ചിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആയിരിക്കണം വേണ്ടത്. അത് നിർബന്ധമായിട്ടും വേണം. ഇനി ഹോൾ ടിക്കറ്റ് നഷ്ടമായവരുണ്ടെങ്കിൽ അവർ വീണ്ടും അപ്ലൈ ചെയ്തിട്ടൊക്കെ ഹോൾ ടിക്കറ്റ് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇൻവിജിലേറ്ററുടെ സൈനിന്റെ ആവശ്യമില്ല. അപ്പോൾ ഹോൾ ടിക്കറ്റ് എന്തായാലും കൊണ്ടുപോകണം. ഇനി ഹോൾ ടിക്കറ്റ് ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതെങ്ങനെയാണ് ഹോൾ ടിക്കറ്റിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്, ചിലപ്പോൾ ജനനത്തീയതി ആയിക്കോട്ടെ, ഫോട്ടോ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പൊ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി വേറെ കുറച്ച് പേരെ സംബന്ധിച്ച് അല്ലെ, OBC അതുപോലെ തന്നെ SC വിഭാഗക്കാർക്ക് അവരുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, അതും നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഇനി അവർ 90 മാർക്കിന് എബവ് ആണെങ്കിൽ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇനി ഏജ് റിലാക്സേഷൻ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. അപ്പം നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണോ നമ്മുടെ കേട്ടറ്റിന് അപ്ലൈ ചെയ്തത് ആ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്, ഇനി നമ്മുടെ കാറ്റഗറി വൈസ് നമുക്ക് എന്തെങ്കിലും സംവരണം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ എന്താണ് നമ്മുടെ ID പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടറ്റ് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു സർക്കുലറിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന്, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നോക്കുക, ഹാൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിന്റെ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹാൾ ടിക്കറ്റ് ആണ് എന്ത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഹാജരാക്കേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും ഹാൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് ഇൻവിജിലേറ്ററിന്റെ ഒപ്പം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജാതിയുടെ ആനുകൂല്യമുള്ളവർക്ക് എന്ത് ചെയ്യണം, അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്വാളിഫൈ ചെയ്തവരുണ്ട് അല്ലെ, അവരെന്ത് ചെയ്യണം, അവർ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ സംസ്ഥാനങ്ങളിലൊക്കെ B.Edഉം അതുപോലെ തന്നെ DL.Edഉം ഒക്കെ പഠിച്ചവർ എന്ത് ചെയ്യണം, ഇതിന്റെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി B.Ed DL.Ed പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്, അവിടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാണോ ലഭിക്കുന്നത് അന്ന് എന്തിനു പോവുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോവുക. ഇനി ഇപ്പൊ കുറെ പേരെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് വന്നു അല്ലെ, അങ്ങനെ ഡേറ്റ് വന്നവർക്ക് ആ ഡേറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ട് വീണ്ടും പരീക്ഷാ ഭവൻ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വീണ്ടും പോയാൽ മതി, അല്ലാതെ പോകേണ്ട കാര്യമില്ല എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ നിങ്ങൾ കുറെ പേര് കറക്റ്റ് ആയിട്ട് ഒരു അറിയത്തില്ലാത്തൊരു കാര്യമായിട്ട് ചോദിച്ചിരുന്നത്, ഇപ്പൊ എക്സാം
എഴുതിയവര്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് എക്സാം എഴുതിയവർക്ക് എന്താണ് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അവരോട് ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടുകയുള്ളൂ, നമ്മുടെ കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റും കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവര് വീണ്ടും എന്താണ്, അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളൊരു അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യമില്ല എന്നും കറക്റ്റായിട്ട് സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാമുള്ള സർട്ടിഫിക്കറ്റ് ഒരുമിച്ചാണ് പരീക്ഷാ ഭവൻ അയക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും എന്താണ്, നമ്മളൊരു ഫീസ് കൊടുത്ത് അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതിന്റെ ഒരു അപേക്ഷ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടറ്റുമായിട്ട് അല്ലെ കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആദ്യം ഡേറ്റ് അറിയത്തില്ലാത്തവര് പരീക്ഷാ ഭവനിൽ വിളിച്ചിട്ട്, പരീക്ഷാ ഭവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ് അതിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ഡേറ്റ് എന്നാണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. എന്നിട്ട് അതാത് ഡേറ്റിൽ തന്നെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ് ഏതാണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഏത് കാറ്റഗറി ആണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജനറലുകാരെ സംബന്ധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അല്ലാതെ OBC SC അതുപോലുള്ള കാറ്റഗറിക്കാര് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉള്ളവര് അവരൊക്കെ എന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നമ്മൾ ഏതാണോ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തത്, ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റിന്റെ അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു ദിവസം വീണ്ടും നിങ്ങളെ അറിയിക്കും. അതും നിങ്ങൾക്ക് ഈ പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിന്ന് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതിലെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ഈ തവണത്തെ കേട്ടറ്റിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു നിരാശപ്പെട്ട ഒരു അവസ്ഥയാണ് അല്ലെ ഉണ്ടായത്. കാരണം എന്താണ്, LP UPയുടെ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല അല്ലെ. നിങ്ങൾ ഓൾറെഡി കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്തുണ്ട്, HSA എക്സാം ഉണ്ട്. അപ്പൊ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവിടെ HSAയുടെ എല്ലാ വിഷയത്തിന്റെയും തന്നെ ലോങ് ടൈം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ അറിയാം, ഇത് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പഠിച്ച കുട്ടികൾ HSA റാങ്ക് ലിസ്റ്റിൽ വന്നവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിലെന്താണ് ഫസ്റ്റ് തൊട്ട് 1ാം റാങ്ക് തൊട്ട് എന്തുണ്ട്, CCയോടൊപ്പമുള്ള കുട്ടികൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറെ പേര് CCയോടൊപ്പം ചേർന്ന് തന്നെയായിരിക്കും കേട്ടറ്റ് ക്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് HSA ആവണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ലോങ് ടൈം ബാച്ചിൽ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഇപ്പൊ ഇവിടെ HSA ഫിസിക്കൽ സയൻസിന്റെ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. കുറെ വിദ്യാർത്ഥികൾ ഓൾറെഡി തന്നെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇനിയും ആരെങ്കിലും ഇപ്പൊ K3 ഒക്കെ പാസ്സായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം എന്താണ്, നമുക്കറിയാം അല്ലെ, ഇനിയുള്ള ഒരു HSAയുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോഴത്തെ എക്സാമുകളെല്ലാം കോമ്പറ്റീഷൻ ലെവൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താണ്, ഇനിയൊരു റിപ്പോർട്ടുകളൊക്കെ വന്ന് ഇതിന്റെയൊക്കെ ഒരു ടേംസ് ഒക്കെ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ HSAയുടെ സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പിക്കണം. എങ്കിലാണ് നമുക്ക് ഉറപ്പോടുകൂടെ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്നുകൂടെ നമ്മളുമായിട്ട് നമ്മുടെ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്